അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ നമ്മൾ ഇന്ന് റമദാൻ അക്രോസ് ദ വേൾഡിലാണുള്ളത്. നമുക്കറിയാം റമദാനുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നുള്ള വ്യത്യസ്ത മുസ്ലിങ്ങളുടെ റമദാൻ വിശേഷങ്ങളാണ് നമ്മൾ റമദാൻ അക്രോസ് ദ വേൾഡ് നമ്മൾ കേൾക്കാറുള്ളത്. ഇന്ന് നമുക്ക് ലക്ഷദ്വീപിൽ നിന്ന് സഫീർ ബായിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? സുഖാണ്, അൽഹംദുലില്ലാഹ്, റാഹത്താണ്. ഓക്കെ. ലക്ഷദ്വീപ് എന്നാണ് ഞാൻ അഭിസംബോധന ചെയ്തത്. ശരിക്കും ലക്ഷദ്വീപിൽ എവിടെയാണ്? ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് പിന്നെ കുറെ ദ്വീപുണ്ട്. ആ, ഞാന് അഗത്തിയിലാണ്. അഗത്തിയിലാണ് അല്ലേ? ഓക്കെ. ഏകദേശം എത്ര ദ്വീപുണ്ടെന്ന് പറയാമോ? ഒന്ന് പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ. കറക്റ്റ് എണ്ണം ഓർമ്മല്ല. പിന്നെ അമിനിയുണ്ട്, മീക്കോയി, പിന്നെ അതുപോലെ കവരത്തി, കടമത്തി, ആ, പങ്കാരം, അങ്ങനെ കരയുടെ കുറച്ച് ഒരു 10 ദ്വീപുകളൊക്കെ ഉണ്ട് തോന്നുന്നു. ഓക്കെ. അവിടേക്ക് താമസമുണ്ട്, ആൾ താമസമുണ്ട് അല്ലേ? അതിൽ ഒന്നോ രണ്ടോ ദ്വീപിൽ മാത്രമാണ് താമസമില്ലാത്തത്. ഓക്കെ 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 ബാക്കിയുള്ള ദ്വീപിലൊക്കെ ഏകദേശം ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ അഗത്തി എന്ന ദ്വീപിലാണ് താങ്കൾ ഉള്ളത്. അത് അവിടെയുള്ള ഒരു ക്യാപിറ്റൽ പോലത്തെ ഒരു ദ്വീപാണത്? ഇവിടുത്തെ അഗത്തി എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പിന്നെ എയർപോർട്ടും ആ, കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ദ്വീപ് അഗത്തിയാണ്. അപ്പം മുഴുവൻ ആളുകളും പിന്നെ വന്നിറങ്ങുന്നതും അഗത്തിയാണ്. മാത്രമല്ല ടൂറിസ്റ്റ് മേഖലകളിൽ ഏറ്റവും പിന്നെ മുൻപന്തി നിൽക്കുന്ന ദ്വീപും അഗത്തി ദ്വീപാണ്. ഓക്കെ. കേരളത്തിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? കേരളം, മലപ്പുറം, മമ്പാട്, പുള്ളിപ്പാട് പറയും. ഓക്കെ. നിങ്ങൾ സംശയിച്ചിട്ടാണ് ഈ മലപ്പുറം കഴിഞ്ഞിട്ട് മമ്പാടും പുള്ളിപ്പാടൊക്കെയും പറഞ്ഞത്. സംശയിക്കേണ്ട ആവശ്യമില്ല, അറിയപ്പെട്ട സ്ഥലങ്ങളാണ്. ഓക്കെ. അവിടെ എന്താ ചെയ്യണേ? ഞാനിപ്പോൾ പള്ളി, ഖുതുബ, മദ്രസ, പിന്നെ ഇമാമത്ത് ഓക്കെ. അവിടെ പിന്നെ അഗത്തിയില്ലേ? അഗത്തി. ഓക്കെ. അവിടെ എത്ര മസ്ജിദുകളുണ്ട്? എങ്ങനെ? ഒന്ന് ഇവിടെ മുജാഹിദിന്റെ ആകെ 2 മസ്ജിദുണ്ട്. ഒന്ന് നിസ്കാര പള്ളിയാണ്, ഒന്ന് ഖുതുബ പറയുന്ന ഓക്കെ മസ്ജിദ്. പിന്നെ കൂടുതലുള്ളത് സുന്നികളാണ്. സുന്നിക്ക് കുറെ പള്ളികളുണ്ട്. എത്രത്തോളം? 10-20 20 ഉണ്ടാവും. ഉണ്ടാവും. ഓക്കെ ഓക്കെ. പോപ്പുലേഷൻ എത്ര ഉണ്ട് അവിടെ അഗത്തിയിൽ? പോപ്പുലേഷൻ ഈ അകത്തിലൊരു 10,000-ന് താഴെ അത്ര ഉണ്ടാവുള്ളൂ. അവിടെ കേട്ടിട്ടുണ്ട് മുസ്ലിങ്ങൾ മാത്രമാണ് ഈ ദ്വീപുകളിൽ എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? മുസ്ലിമീങ്ങളാണ് ഇവിടെ പൊതുവെ പിന്നെ സ്ഥിരമായിട്ട് താമസിക്കുന്നത്. പിന്നെ ഈ പെർമിറ്റ് 3 മാസം 5 മാസം ഉം. അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ പെർമിറ്റ് പുതുക്കിയാണ്ട് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ മുസ്ലിങ്ങളാണ് കൂടുതൽ. പിന്നെ ജോലി ആവശ്യത്തിന് വരുന്ന ആളുകളുണ്ട്. ഓക്കെ. നമ്മുടെ ഈ ആദർശമുള്ള ആളുകളുടെ ഒരു 2 പള്ളിയാണ് അഗത്തിയിലുള്ളത് നിങ്ങൾ പറഞ്ഞു. അതല്ലാത്ത ദ്വീപുകളിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടോ? ആ, എല്ലാ ദ്വീപിലും ഉണ്ട്. എല്ലാ ദ്വീപിലും ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. എല്ലാ ദ്വീപിലും ഉണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ അവിടെ എങ്ങനെയാണ് പിന്നെ എത്തിപ്പെടുന്നത്? എത്ര വർഷത്തോളമായി അവിടെ എത്തിപ്പെട്ടിട്ട്? ഞാനൊരു വർഷം ഞാന് പിന്നെ കഴിഞ്ഞ ജനുവരി ലാസ്റ്റിലാണ് വന്നത്. ഞാൻ എന്റെ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടാണ് അറിഞ്ഞത്. ആ, അങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, മെസ്സേജ് അയച്ചു. അപ്പൊ ബന്ധപ്പെട്ടു കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്റെ 2 സുഹൃത്തുക്കളോട് കണ്ടിരുന്നു. ആ. പിന്നെ മുഹമ്മദ് ഉസ്താദ്, ഇവരാണ് ഇവിടെ കുറെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ അപ്പൊ അവരെ കൂടെ എന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ വഴിയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഓക്കെ. മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു റമദാൻ അനുഭവങ്ങളായിരിക്കും എന്താ ഉണ്ടാവുക അഗത്തി ദ്വീപിൽ ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, തീർച്ചയായിട്ടും. നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിനോട് ഏകദേശം അടുത്ത് കിടക്കുന്ന ഒരു നാടാണ്. കേരളത്തിൻ്റെ അതേ ഒരു ടേസ്റ്റും മീൻസ് അതേ ഒരു കൾച്ചർ ഏകദേശം ഇല്ലേ അവിടെ? കേരളത്തിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മളെ കൾച്ചറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി പിന്നെ ടേസ്റ്റ് കൂടുതലുണ്ട് ചില വീടുകൾക്ക്. പിന്നെ ഡ്രസ്സും മറ്റു കാര്യങ്ങളും, പിന്നെ ഭാഷ, അതുപോലെ തന്നെ സംസാരങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഓക്കെ. മലയാളം പൊതുവെ എല്ലാവരും സംസാരിക്കുന്ന മനസ്സിലാക്കണം, ശരിയാണോ? മലയാളം നമ്മൾ സംസാരിക്കും, പക്ഷെ മലയാളമാണ് എഴുതും എഴുത്ത്. അതായത് അവർ എഴുതുന്ന ഭാഷയും അതുപോലെ തന്നെ സംസാരിക്കുന്നത് മലയാളം തന്നെ. പക്ഷെ അവര് ഇടപഴകുമ്പോൾ അവര് തമ്മിൽ സംസാരിക്കുന്ന വർത്തമാനം പറയുമ്പോഴൊക്കെ ജസരി എന്ന ഭാഷയുണ്ട് ഇവിടെ ഈ ദ്വീപിലുള്ളത്. ഓക്കെ ഓക്കെ. അവർക്ക് പ്രത്യേക നമ്മുടെ ഭാഷ ഉണ്ട്, അവർ സംസാര ഭാഷ ആയിട്ട് അല്ലേ? സംസാര ഭാഷയായിട്ട് ജസരിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളക്കാരും അതുപോലെ തന്നെ വേറെ ആളുകൾ വരുമ്പോൾ സാധാ നമ്മള് നാട്ടിൽ സംസാരിക്കുന്ന മലയാള ഭാഷ സംസാരിക്കും. ഓക്കെ. അപ്പോൾ മലയാളമാണ് ജസരി എന്ന് പറയുമ്പോൾ ആ. തമിഴും മലയാളവും കൂടി മിക്സ് ആയ ഭാഷയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെ പഠിച്ചെടുത്താ?
കുറച്ചൊക്കെ ഓക്കെ. നമ്മളെ കാണുമ്പോൾ എന്തായാലും മലയാളം പറഞ്ഞുകൊണ്ട് നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവില്ല അല്ലേ? ഇല്ല. മദ്രസകളിലൊക്കെയാണ് ഇതിന് കുറച്ചൊരു ഇതില്ല. കുട്ടികളൊക്കെ മലയാളം അധികം പഠിച്ചു വരുന്നുണ്ടാവും. അപ്പൊ അവര് സംസാരിക്കാൻ അവര് രസിച്ച് സംസാരമാണ്. കുറച്ച് മനസ്സിലാക്കാനൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഓക്കെ. പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഓക്കെ. അപ്പോൾ അവരുടെ സന്ദേശങ്ങൾ അയക്കുക, അതേപോലെ തന്നെ നമ്മൾ പൊതുവെ നാട്ടിൽ ചെന്ന കടകളുടെ പേരുകൾ, സൈൻ ബോർഡുകൾ അതൊക്കെ മലയാളത്തിലാണ്. അതൊക്കെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഓക്കെ, ഓക്കെ. നമ്മുടെ നാട് പോലെ തന്നെ. എഴുതിയതൊക്കെ മലയാളം തന്നെയാണ്. പിന്നെ സംസാരമാണ് ജസരി ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ ആദ്യത്തെ റമദാനാണ് ലക്ഷദ്വീപിൽ എത്തിയിട്ടുള്ളത് അല്ലേ? ഉം. ഓക്കെ. പകല് നമ്മുടെ നാട്ടിനെ പോലെ തന്നെയാണോ സമയ ക്രമീകരണങ്ങളൊക്കെ? സമയം ഇവിടുത്തെ നാട്ടിലെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാങ്ക് കൊടുക്കുക. ഇപ്പൊ ഒരു 12:30 ഇവിടെ ഒരു 12:45 ആ സമയത്തൊക്കെ കൊടുക്കും. ഓക്കെ, ഓക്കെ, ഓക്കെ. അങ്ങനെ ബാങ്ക് സമയമായിട്ട് ആ സമയത്തിന്റെ ഒരു 15 മിനിറ്റ് നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞ ശേഷം കൊടുക്കുക. റമദാനിനോട് പ്രത്യേകിച്ച് രാവിലെ എന്നുള്ളത് പൊതുവെ ആളുകൾ പുറത്തിറങ്ങാത്തൊരു സമയമാണ്. സുബൈ കഴിഞ്ഞാലൊക്കെ ആളുകൾ ഉണ്ടാവില്ല. ഇവിടെ രാത്രിയാണ് ആളുകൾ പിന്നെ നടക്കുന്നത്. കാരണം കടകൾ പിന്നെ അതൊക്കെ നടക്കണമെങ്കിൽ 4 മണി 3:30 ആ സമയത്തൊക്കെയാണ് കടകൾ അടക്കുക. രാവിലെ സുബൈന്റെ പുലർച്ചെ സമയം അടക്കുക. പു- പുലർച്ചെ രാവിലെ രാവിലെ. പുലർച്ചയ്ക്ക് ആ. അടച്ചു. കാരണം രാവിലെ നന്ന രാവിലെ 8-9 മണിക്കൂർ കടകൾ തുറക്കും. റമദാനിന്റെ പ്രത്യേകത ഉം, ഉം. പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തുറക്കപ്പെടുന്ന കടകൾ. ആളുകളും രാവിലെ ഉണ്ടാവില്ല. നമ്മളൊക്കെ പിന്നെ നടക്കാൻ ഇറങ്ങുന്ന സന്ദർഭത്തിലൊക്കെ ആളുകൾ ഉണ്ടാവില്ല. ആളുകളൊക്കെ രാവിലെ ഇറങ്ങാറില്ല. ഒരു ഉച്ചയ്ക്ക് ശേഷം ആ സമയമൊക്കെയാണ് ഇറങ്ങുക. ഓക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റമദാനിൽ രാവിലത്തെ ഉറക്കം ഒരു ഒരു ജമാഅത്തായിട്ട് ഉറങ്ങാണ് അല്ലേ? അതുണ്ട് ഇവിടെ. അപ്പോൾ ബാക്കിയുള്ള ജോലികളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാവും? ഉദാഹരണത്തിന് ജോലികളൊക്കെ ഇതേപോലെ തന്നെ ഓഫീസ് ടൈമും മറ്റു രാത്രി കാര്യങ്ങളൊക്കെ. അല്ല അത് പിന്നെ 10:30 ഓഫീസ് തുറക്കും. പിന്നെ പോകുന്ന ആൾക്കാരുണ്ട്. ഉം, ഉം. മറ്റു പ്രവർത്തനങ്ങളൊക്കെ നമ്മള് കടകളിൽ തുറക്കണ ഓക്കെ. പിന്നെ വർക്ക്ഷോപ്പുകളിൽ അതുപോലെ തന്നെ പിന്നെ വാട്ടർ അതുപോലെ തന്നെ ഇങ്ങനത്തെ പിന്നെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇലക്ട്രിസിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാത്രി വർക്ക്. ഓക്കെ. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് ഇതൊക്കെ രാത്രി റമദാനാണ്. ഓക്കെ. അവിടെയുള്ള ആളുകളുടെ പിന്നെ കൂടുതൽ ജോലികൾ എന്താണെന്ന് ചോദിക്കണ ശരിയുണ്ടോയെന്നൊക്കെ അറിയില്ല. മത്സ്യം തന്നെയാണോ? കൂടുതൽ മത്സ്യം. ആളുകൾ മത്സ്യം തന്നെയാണ്. പിന്നെ ഇപ്പൊ ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് ഇപ്പൊ ആളുകൾ അതിലേക്ക് തിരിഞ്ഞു. ആളെ കൊണ്ടുവരുന്നു, ഉം. അവരെ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, പിന്നെ മറ്റു ദ്വീപുകളിലെ കൊണ്ടുപോകുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പിൽ ആ. ആളുകൾ കുറെ ബിൽഡിങ്സ് ഉണ്ടാക്കി ഉം. അങ്ങനെ ടൂറിസ്റ്റ് മേഖല തിരിഞ്ഞു കുറെ ആളുകൾക്ക്. ഓക്കെ. അതല്ലാതെ വേറെന്തെങ്കിലും അവർ ഇതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുക, അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഒരു ടെൻഡൻസി കൂടുതൽ കുട്ടികൾക്ക് പുറത്തേക്ക് പഠിക്കാനാണെങ്കിലും പോകുമ്പോൾ ജോലിക്കാണെങ്കിലും. ഇവിടെ എന്താ വെച്ചാല് പിന്നെ നമ്മുടെ നാട്ടിലത്തെ അത്ര പഠനത്തില് മുന്നോട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിയാൻ കഴിഞ്ഞത്. അപ്പം +2 വരെ കൂടെ പഠിക്കും. പിന്നെ കേരളത്തിലാണ് പഠനങ്ങളൊക്കെ കൂടുതൽ. ഇവിടുത്തെ വിദ്യാർത്ഥികളാകട്ടെ പുറത്തു പോയി നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. കുറെ പഠിച്ചു വന്ന ആൾക്കാരുണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മുടെ മമ്പാടാകട്ടെ അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ച ആളുകളാണ് കൂടുതൽ. ഓക്കെ, ഓക്കെ. +2 വരെയൊക്കെ ഇവിടെ പഠിക്കും. പിന്നെ പുറത്താണ് ഡിഗ്രി മറ്റു കാര്യങ്ങൾ. ഒക്കെ കേരളത്തിലാണ്. അപ്പോൾ ജോലിക്ക് വേണ്ടി പുറത്ത് പോകുന്ന സിസ്റ്റം ഗൾഫ് അതല്ലെങ്കിൽ ജോലിക്ക് പൊതുവെ കമ്മിയാണ്. എന്നല്ലേ? ഇവിടെ ആളുകൾ ജീവിക്കാണ്. പിന്നെ ഇവിടെ തന്നെ സ്കൂളുകളും പിന്നെ മറ്റു ഗവൺമെന്റ് പിന്നെ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിലാണ്. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ആൻഡമാൻ നിക്കോബറിനെ സംബന്ധിച്ചൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെയും കുറേ ആളുകൾ കേന്ദ്ര ഗവൺമെൻറ് ജോലികൾ ധാരാളം ഉണ്ട്. ഇതിനെക്കാട്ടിലും വലിയ ദ്വീപാണ് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ അങ്ങനെ നമ്മുടെ അവിടെയുള്ള ആളുകൾക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് ജോലികളൊക്കെയും ഗവൺമെൻറ് ജോലികളൊക്കെ കിട്ടാറുണ്ടോ? ഇവിടെ അധികം പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ തന്നെയാണ് പിന്നെ നിൽക്കുന്നത്. അപ്പം അധിക ജോലികളും കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ തന്നെയാണ്. സ്കൂളുകളാകട്ടെ പിന്നെ മറ്റു പോലീസ് സംവിധാനങ്ങൾ അതുപോലെ തന്നെ ആർമി ഇങ്ങനെ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയാണ്. സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പിന്നെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും. അതൊക്കെ ആ നാട്ടുകാർ തന്നെയാണ് അതിലേക്കും പോസ്റ്റ് ചെയ്യപ്പെടുക. അധികം ഇവർക്ക് ആണ് കൂടുതൽ പ്രയോറിറ്റി ഇവിടുത്തെ ആളുകൾക്ക്. ഓക്കെ. പിന്നെ പുറത്തുനിന്ന് ആളുകളുണ്ട്. അധികം ഇവിടുത്തെ ആൾക്കാർക്കാണ് നമ്മുടെ ഈ ദ്വീപിലെ ആളുകൾ തന്നെ. പിന്നെ മറ്റു ദ്വീപിലെ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനേ നമ്മളെ ഈ പിന്നെ യുദ്ധം ഇങ്ങനെ നടക്കുകയല്ലോ ഇപ്പോൾ
അള്ളാഹു താല ലോകത്ത് എല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ മാപ്പ് എടുത്തിട്ട് വെറുതെ അങ്ങനെ നോക്കി, ഇപ്പോൾ പിന്നെ ഇറാനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെ ഒന്ന് വലുതാക്കി നോക്കിയപ്പോൾ ഈ എന്ത് പെട്ടു, നമ്മുടെ ദ്വീപുകൾ പെട്ടു, ശ്രദ്ധയപ്പെട്ടു. അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്ത് നോക്കി. അപ്പോൾ രണ്ട് മൂന്ന് കാഴ്ചകൾ ഇപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒന്ന് അവിടെ സോളാർ പാടം, ഒരു സോളാർ കുറേ നിരത്തി വെച്ചിട്ട്, ഞാനിത് മാപ്പിലാട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദ്വീപിലാണ്. ഏത് ദ്വീപാണെന്നൊക്കെ ഇപ്പോൾ ഓർമ്മ കിട്ടണേ, അഗത്തിയാണോ മിനിക്കോഴിയാണോ എന്ന് അറിയില്ല. ഒരു സ്കൂളുണ്ട്, സ്കൂൾ ഗ്രൗണ്ടുകളുണ്ട്. അത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണോ, ദ്വീപിലാണോ? അറിയില്ല, ഞാൻ അറിയില്ല. കണ്ടിട്ടില്ല. ഇവിടെ പിന്നെ കറണ്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റി എന്നുള്ളത് ഉം. ഡീസല് ഉം. ഒഴിച്ചിട്ട് പിന്നെ ജനറേറ്റർ വർക്ക് ചെയ്യാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ കറണ്ട് പോയാൽ ഓക്കെ, അവിടെ ഡീസൽ വേറൊരു രസമുള്ള ഇത് കേട്ടത്, അവിടെ റേഷൻ മേടിക്കുന്നത് പോലെയാണ് ഡീസലും പെട്രോളൊക്കെ മേടിക്കുക എന്നുള്ളത്. ശരിയാണോ? അവരെ കുറിച്ച് തന്നെ ആ ഓരോരുത്തർക്ക് ഇത്ര കണക്കുണ്ട്, 10 ലിറ്ററോ ആ പിന്നെ വണ്ടിക്കനുസരിച്ച് ആ. അത്ര കിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ തന്നെ ഒരു മാസത്തിൽ ഒരു മാസത്തിൽ 10 ലിറ്റർ അല്ലേ, നമ്മൾ മണ്ണെണ്ണയ്ക്കും കിട്ടുന്ന പോലെ നാട്ടിൽ അല്ലേ? ഓക്കെ അത് പിന്നെ ബ്ലാക്കിന് വരുന്നുണ്ട്. പക്ഷെ ബ്ലാക്കിന് വരുമ്പം പിന്നെ പെട്രോളിന് എത്ര 200 രൂപ ഒരു ലിറ്റർ. ഓക്കെ. അല്ലെങ്കിൽ ഏഹ്? അല്ലെങ്കിൽ സാധാ വില എത്രയാണ്? 140. 140 ഉണ്ടല്ലോ, അപ്പോൾ കൂടുതലാണ്. പിന്നെ അവിടെ ഓക്കെ ഓക്കെ അതാണ് കൂടുതൽ. ഓക്കെ. റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. റമദാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി ലൈഫ് എങ്ങനെ പോണത്? റമദാന് പിന്നെ നമ്മുടെ പള്ളിയിലായതുകൊണ്ട് തന്നെ ഇവിടെ പൊതുവെ ആളുകൾക്ക് 3 സമയത്ത് ക്ലാസ് ഉണ്ട്. ഓക്കെ. സുബൈക്ക് ശേഷം, അതുപോലെ തന്നെ ദുഹറിന് ശേഷം, പിന്നെ തറാവീഹ് വിത്തറിന് ശേഷം അതുകൊണ്ടൊരു ക്ലാസ് ഉണ്ട്. പിന്നെ ഫുഡുകൾ എന്നുള്ളത് കാര്യങ്ങളൊക്കെ നല്ല ഫുഡ് തന്നെയാണ്. നമ്മുടെ നാടന്മാര് പിന്നെ എണ്ണക്കടികൾ ധാരാളമായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ കൂടുതൽ ആളുകൾ പിന്നെ പഞ്ചസാര മധുരം കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാത്തിലും ചായ ആകട്ടെ, മറ്റ് ജ്യൂസുകളാകട്ടെ, മധുരം കുറച്ച് കൂടുതലാണ് ഓക്കെ. എല്ലാ പാനീയങ്ങളും. പിന്നെ തടി കൂടിയോ? തടി ഏഹ്. ചെറുതായിട്ടില്ലേ? ആ, വിചാരിക്കാം. ഓക്കെ. പിന്നെ അത്താഴത്തിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ശൈലി എന്താണ് അത്താഴം? അത്താഴം നമ്മുടെ നാടിന് പോലെ തന്നെ. പിന്നെ ചോറ് പൊതുവെ ആൾക്കാർ അത്താഴത്തിന് കഴിക്കാനാണ് മനസ്സിലാക്കുന്നത്. പൊതുവെ പിന്നെ അപ്പം, ചപ്പാത്തി, നൂൽപുട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലോ? തുറക്കുന്ന നമ്മളോട് സമൂസ, കട്ട്ലേറ്റ്, പിന്നെ ഉള്ളിവട, പരിപ്പുവട. പിന്നെ സമൂസ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ചിക്കനും ബീഫൊക്കെയാണ് ഉപയോഗിക്കുക. ആ ഇവിടെ അവിടെ മീനാണ്, സൂര്യ മീനാണ്. മീൻ. സൂര്യ ഇവിടുത്തെ മെയിൻ മത്സ്യം. ചൂര അല്ലേ? ചൂര. ഇവിടെ ചൂര എന്ന് പറയും, നമ്മുടെ നാട്ടില് സുഖം പറയും. ഓക്കെ ഓക്കെ. പിന്നെ ചിക്കനോട് പിന്നെ ഇഷ്ടം തോന്നി അഥവാ അത് മിസ് ചെയ്യണ്ടോ? ഇല്ലല്ല, അത് ഭയങ്കര രസമാണ്. മീന് പിന്നെ സമൂസയുടെ മീന് കട്ട്ലേറ്റ് ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ സ്പെഷ്യലായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ നാട് മാറുന്നതിനനുസരിച്ച് ഓരോ സ്പെഷ്യൽ വരും. അവിടെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇപ്പോൾ മലപ്പുറത്തെക്കാട്ടിലും മമ്പാട്ടിനെക്കാട്ടിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അതിന് കൂടിയതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇവിടെ കടികൾ ഒരുപാടുണ്ടാവും. ഉം. പിന്നെ പായസം പൊതുവെ എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും പായസം ഉണ്ടാവും. ഓക്കെ. പിന്നെ നമ്മുടെ അടുത്ത പോലെ തന്നെ പിന്നെ നാരങ്ങ പോലെ ലെമൺ ജ്യൂസ് പോലെ വേറെ വെള്ളം കൊടുത്ത പിന്നെ ഒരു വെള്ളം നമ്മുടെ ചീസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വെള്ളം. പിന്നെ എന്റെ കറക്റ്റ് പേര് അറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മളിവിടെ പത്തിരി, പിന്നെ ദോശ എന്നൊക്കെ, അപ്പം എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ എന്താണ്? പത്തിരി ഉണ്ടാവില്ല. ഇവിടുത്തെ ഒരു ദോശ ഉണ്ട്. ആ നമ്മൾ പത്തിരി ഇല്ല. പത്തിരി പിന്നെ ഇവിടുത്തെ ഒരു ദോശ, മുൽപുട്ട്, പിന്നെ നെയ്ച്ചോറ്, പിന്നെ ബിരിയാണി. പിന്നെ ഇവിടുത്തെ അധികം ആളുകളും പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടത് ഒരു ഇട്ട ചോറ് എന്നുള്ള രൂപത്തിൽ പേരിന്റെ ചോറുണ്ട്. അതായത് നമ്മള് പിന്നെ മസാല ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കപ്സയുടെ രൂപത്തില് മീനും പിന്നെ മസാല ഒക്കെ ഇട്ടിട്ട് പോകും. ഓക്കെ. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭക്ഷണക്രമം തന്നെയാണ് അല്ലേ? എങ്ങനെയാണ്
ആരാധനകൾ അവരെങ്ങനെ സ്വീകരിക്കണം? റമദാൻ വരുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു ആവേശവും കാര്യങ്ങളും ജമാഅത്തിന് ആൾ കൂടുക, ഖുർആൻ റമദാൻ പഠന ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ? റമദാൻ റമദാൻ പ്രത്യേക ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകള് പിന്നെ പൊതുവെ കുറവാണ്. ഉം. താല്പര്യം പള്ളികളിൽ കുറവാണെന്നാണോ അതല്ല നമ്മുടെ അവിടുത്തെ ആ പോപ്പുലേഷൻ അനുസരിച്ച് കുറവാണെന്നോ ഉദ്ദേശിച്ച്? ഒന്ന് നമ്മുടെ വിചാരിച്ച പിന്നെ കുറച്ച് ആളുകളുള്ളൂ ഇവിടെ. ഒരു 500 എത്ര ഉണ്ടാവും ഓക്കെ ഓക്കെ. മൊത്തം സ്ത്രീകളും കുട്ടികളൊക്കെ അടങ്ങിയിട്ടുള്ളൂ. മാഷാ അല്ലാ. അപ്പോൾ ഈ രാത്രി നമസ്കാരം ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ തറാവി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? തറാവിയോ ഖിയാമുൽ ആ ഖിയാമുൽ തറാവി ഒക്കെ എങ്ങനെയാണ്? ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഞങ്ങൾ തന്നെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. 5-6 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇനി എങ്ങനെ അറിയില്ല, ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. തറാവീൻ്റെ സമയം നമ്മളിപ്പോൾ ഇവിടെ ഇശാ കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു സമയം ഇപ്പോൾ മലപ്പുറത്തൊക്കെ നമ്മൾ കാണുന്നത് ഒരു 8:20 ഇശാ ജമാഅത്ത് തുടങ്ങും, 8:40 തുടങ്ങും, എന്നിട്ട് 3/4 മണിക്കൂറൊക്കെ ഉണ്ടാവുക. അവിടെ അതേപോലെ തന്നെയാണോ തറാവി നിസ്കാരങ്ങൾ? ഇവിടെ ഒരു മണിക്കൂർ തറാവി, ഒരു മണിക്കൂർ അല്ലെങ്കിൽ 50 മിനിറ്റ്. സ്ത്രീകളും എല്ലാവരും പങ്കെടുക്കാറുണ്ട്, കുട്ടികളൊക്കെ മൊത്തത്തില്ലേ? സ്ത്രീകളും കുട്ടികളൊക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ നല്ല രൂപത്തിൽ തന്നെ എന്ത് ഉണ്ട്, നമ്മുടെ റമദാൻ ഇങ്ങനെ ഉഷാറായി പോകുന്നുണ്ട്, കേരളത്തിൽ നിന്ന് വല്ലാതെ മിസ് ചെയ്യാത്ത രൂപത്തിൽ അല്ലേ? അതെ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് റമദാനിൽ എന്തെങ്കിലും തോന്നിയോ, നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉൾക്കൊള്ളാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവേ ഏതെങ്കിലും ഒരു മേഖലയിൽ? റമദാനിന് പൊതുവെ തോന്നിയതായിട്ടൊന്നും കാണില്ല. ഉം. പിന്നെ ഇവിടെ ആളുകൾ നല്ല ചെലവഴിക്കും. പിന്നെ ദാനധർമ്മം കുറച്ച് കൂടുതലാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ചകളില് പിന്നെ കിട്ടണ പിരിവ് ഇവിടെ ചുരുങ്ങിയത് 8 രൂപ അല്ലെങ്കിൽ 8,000 അല്ലെങ്കിൽ 10,000 ആ റേഞ്ചിലേക്കാണ് കിട്ടുന്നത് ഓരോ വെള്ളിയാഴ്ച. പ്രത്യേകം പറഞ്ഞു വേണ്ട, ആ ഒരു സ്വാഭാവികമായിട്ട് പക്കത്തിലും കാര്യങ്ങളിലൊക്കെ സദക്ക ചെയ്യാൻ കുറച്ചും കൂടി മനസ്സ് കാണിക്കുന്നു എന്നർത്ഥം അല്ലേ? കുറച്ച് ആളുകൾ അങ്ങനെ അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്. ഓക്കെ ഓക്കെ. മാഷാ അല്ലാ. അള്ളാഹു തആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ പൊതുവേ നമ്മുടെ കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിൻ്റെ അതേ സംസ്കാരങ്ങളുള്ള ആളുകൾ മലയാളം സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ പിന്നെ റമദാൻ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് കടലിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നോമ്പ് തുറക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഇല്ലല്ലേ. ഓക്കെ പള്ളിയിലാണ്. ഓക്കെ. മറ്റ് ദ്വീപുകളിലൊക്കെ യാത്ര ചെയ്തോ? ഇല്ല, ഞാനാകെ വന്നിട്ട് ഞാൻ റമദാന്റെ കുറച്ച് ആണ് വന്നത്, പിന്നെ അവിടെ പോയിട്ടില്ല. എവിടേക്കും പോയിട്ടില്ല. ബീച്ചിലും ഇതിലൊക്കെ പോയി. ഉം, ഉം, ഉം. ലീവൊക്കെ പോകാൻ ടൈം കിട്ടിയിട്ടില്ല. പക്ഷെ അത് പോകണം ആഗ്രഹമുണ്ട്. ഫാമിലി ഉണ്ടോ കൂടെ? ഇല്ലല്ല. ഇല്ല. പിന്നെ പിന്നെ സുഹൃത്തുണ്ട്, ഞാൻ പഠിച്ച എൻ്റെ ഒരു സീനിയറുണ്ട് ഓക്കെ ഓക്കെ. കണ്ണൂരില്ല. രണ്ട് പള്ളിയിലുണ്ട്. മറ്റേ പള്ളിയിലാണ് അവർ? ഞാന് പിന്നെ നിൽക്കുന്നത് ഒരു റൂമിൽ തന്നെയാണ്. ഉം. ഞാൻ അങ്ങോട്ട് പള്ളിയിലേക്ക് അറിയാണ്ട് പോകും. ഓക്കെ ഓക്കെ. പൊതുവേ നമ്മൾ നമ്മുടെ നാട്ടുകാർക്ക് ഈ റമദാൻ ബേസ് ചെയ്തിട്ടില്ല, പൊതുവേ നമുക്ക് അവരിൽ നിന്ന് എടുക്കാനുള്ള എന്തെങ്കിലും ഒരു നന്മയെ എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങൾ ചെന്നതിന് ശേഷം കണ്ടേ? ഇവിടെ ആളുകളുടെ സ്വഭാവം വളരെ നല്ല സ്വഭാവം, നമ്മുടെ പെരുമാറ്റം ഉം. അങ്ങനെ പിന്നെ വിഭാഗ്യതല്ല. സുന്നി ഉം. ഉം. വിചാരിക്കുന്ന ഉം. ഒരു പെരുമാറ്റമാണ്. നമ്മളെ കണ്ടാലും പിന്നെ സലാം പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കും. അതുപോലെ രൂപത്തില് സുന്നികളുടെ ആൾക്കാരായാലും നമുക്കറിയാൻ കൂടി ഉണ്ടാവില്ല. പക്ഷെ ഉം. നമ്മളെ കണ്ടാൽ തന്നെ ഒരു പെരുമാറ്റം നല്ല എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. നമ്മുടെ നാട്ടില് സ്വാഭാവികമായിട്ട് ഒരു പിന്നെ പങ്കജത്തിന്റെ രൂപത്തിലുള്ള അവസാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ആളുകൾ എത്ര പൈസക്കാരാണെങ്കിലും എത്ര പാവപ്പെട്ടവരാണെങ്കിലും പെരുമാറ്റം മാഷാഅല്ലാഹ് നല്ല ഉഷാറിന്റെ പെരുമാറ്റം. ഓക്കെ. മാഷാ അല്ലാ. പിന്നെ അവിടെ മദ്രസ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? മദ്രസ നമ്മുടെ നാട്ടിൽ നടത്തുന്നത്. പിന്നെ ഇവിടെ റമദാനിലായിക്കഴിഞ്ഞാൽ പിന്നെ മദ്രസ വൈകുന്നേരങ്ങളിലാണ്, അതായത് ഖുർആന് പാരായണങ്ങളാണ്. ഓക്കെ അല്ല, മദ്രസ രാവിലെ പഠിപ്പിക്കും. ഓക്കെ. ഞാൻ പറഞ്ഞു പൊതുവാളുടെ വിശ്രമം എന്ന് പറയാം. ഓരോ നാട്ടിൽ ഓരോ ശൈലികൾ ഉണ്ടാവും. ഇൻഷാ അല്ലാ. പിന്നെ സാമ്പത്തികമായ ഒരു പിന്നെ അവസ്ഥകൾ പൊതുവേ അവിടെ നല്ല ഒരു സ്റ്റാറ്റസ് കൂടിയവരാണോ കുറഞ്ഞവരാണോ, എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ പൊതുവെ കുഴപ്പമില്ലാത്ത നല്ല ആളുകൾ തന്നെയാണ് തന്നെ. ഞാൻ കണ്ടത് വെച്ചോ. ഓക്കെ. ഇൻഷാ അല്ലാ. പച്ച പാവപ്പെട്ട ഒരു കുറെ കുറവുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും പ്രശ്നം കുഴപ്പമില്ല. ടൂറിസം വന്നാലുള്ള ചില ആൾക്കാരുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇവിടുത്തെ കൃഷി എന്നുള്ളത് തെങ്ങാണ്. ആ തെങ്ങ്, മീൻ പിടിക്കാൻ പോകുക, അല്ലെങ്കിൽ തെങ്ങ് തേങ്ങ എന്ന് പറഞ്ഞത് ഒരുപാട് നമ്മുടെ നാട്ടിലനുസരിച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല.
ഇവിടെ തെങ്ങേ ഉള്ളൂ ഓക്കെ മരങ്ങളായിട്ട്. ഓക്കെ. ജസാക്കുമുല്ലാഹു ഖൈർ. ഇത്രയും നേരം സഫീർ ഭായി ആയിരുന്നു നമ്മുടെ കൂടെ പിന്നെ റമദാൻ അക്രോസ് ദ വേൾഡിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷദ്വീപിലെ അഗത്തിയിലെ വിശേഷങ്ങളാണ് നമുക്ക് പങ്കുവച്ചത്. ജസാക്കുമുല്ലാഹു ഖൈറ. ഇൻഷാല്ല ഇനിയും വരും വർഷങ്ങളിലും ഇതുപോലെ പങ്കുവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.